ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെജ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചോറും മസാലയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്ന വളരെ വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതിട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. സാധാരണ നമ്മൾ ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ല പോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും സെപ്പറേറ്റ് വേറെ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റിയാലും മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ അണ്ടിപ്പരിപ്പൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ട് ആ മുന്തിരിയും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഞാനിവിടെ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് നെയ്യിൽ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഒട്ടും തന്നെ നെയ്യ് വേണ്ടാത്തവരാണെങ്കിൽ ഓയിലിൽ മാത്രമായിട്ടും ചെയ്യാം. ഇനി എല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മളിവിടെ സോയാ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് സമയം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. കോരി മാറ്റി ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുക. ഇനി അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഒരു കഷ്ണം പട്ട, അതുപോലെ ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പൂ, ഒരു ബേ ലീഫും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഈ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 1 കിലോക്ക് ഞാൻ 4 സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു, 3 മസാലയിലേക്ക് ഇട്ടു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ ചതക്കണം നിർബന്ധമൊന്നുമില്ല. ചതക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എരിവും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇല്ലെങ്കിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്താലും മതി കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴന്ന് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വരുമ്പോഴാണ് നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഒരു 2 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 തക്കാളി വരെ നിങ്ങൾക്ക് എടുക്കാം. ഇനി നല്ല പോലെ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം വേണമെങ്കിൽ അടച്ച് വെച്ചിട്ടൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ തക്കാളി നല്ല പോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് എടുക്കാം. ഇനി ഒരു വലിയ ക്യാരറ്റ് അതുപോലെ ഒരു 5-6 ബീൻസും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വെറും ഒരു 1/4 കപ്പോളം ഗ്രീൻ പീസാണ് ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോസൺ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ ആദ്യം ഒന്ന് വേവിച്ചിട്ട് ചേർക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ വെന്ത് കിട്ടൂല. ഇപ്പോൾ ഒരു ഹാഫ് വേവ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ടൊരു ഇതായിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. എന്നാലും മുഴുവനായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കോളിഫ്ലവർ ചേർത്തിട്ടില്ല കേട്ടോ. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അതുപോലെ തന്നെ മഷ്റൂമൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സോയാ ബോൾസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷമാണ് ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ ആളെന്ന് പറയല്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് മുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല
കൂടെ ചേർക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള ഗരം മസാല നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊടിച്ച ഗരം മസാല 1 ടേബിൾ സ്പൂൺ മതി. നമ്മൾ ഇറച്ചി, മീൻ ഇതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മസാലകളൊക്കെ ചേരും കേട്ടോ. പച്ചക്കറി ആയത് കാരണം തന്നെ അത്രയും മസാല ചേരൂല. അപ്പം മസാലയുടെ ഒരു കുത്ത് വരും. അതുകൊണ്ട് തന്നെ പാകത്തിനുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 കിലോ അരിക്കുള്ള ഒരു അളവാണ് കേട്ടോ അതൊക്കെ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. തൈരും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ പച്ചക്കറി ബിരിയാണി ആകുമ്പോൾ മസാലയുടെ കുത്ത് ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണിക്ക് നല്ല മടുപ്പ് വരും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മസാല പാകത്തിനായി കഴിഞ്ഞാലാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ കുതിർത്ത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജീരകശാലൻ്റെ റൈസിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് സമയം കുതിർത്ത് വെച്ചിട്ടില്ല, ഒരു 10 മിനിറ്റ് കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഈ അരി ചേർത്തിട്ട് നല്ലപോലെ ഈ മസാലയിൽ കടന്നിട്ട് കുറച്ച് സമയം നമ്മളൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അരിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും ചെയ്യും. അരി നമുക്ക് വെന്ത് കിട്ടുന്ന സമയത്ത് ഒന്നിനോട് തൊടാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ചോറ് കിട്ടും കേട്ടോ. കുഴയാണ്ട് ചോറ് കിട്ടും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒറ്റ പാലാണ്, 1-ാം പാൽ 2-ാം പാൽ അങ്ങനല്ല, മുഴുവനായിട്ടുള്ള പാല് 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിന് 1 കപ്പ് തേങ്ങാപ്പാലും 5 കപ്പ് നമ്മൾ തിളപ്പിച്ച വെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ചൂടാക്കിയിട്ടുള്ള വെള്ളം തന്നെ ഒഴിക്കുക. ഒരടുപ്പത്ത് ജസ്റ്റ് ആ വെള്ളം നടന്നിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ അരിയും വെള്ളം കൂടെ തിളച്ച് വരുമ്പോഴും വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, അതുപോലെ തന്നെ മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. മല്ലിയിലും പുതിനയിലും ഇല്ലാണ്ട് ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം. ഉപ്പ് പാകത്തിനാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു 2 ടൈം ഞാനൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ തീയിൽ വേണം നിങ്ങളിത് വേവിച്ചെടുക്കാനായിട്ട്, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ നല്ല പോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം അടപ്പ് തുറന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ചൂടാറിയിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ചോറാവും കിട്ടുക. ഞാനിത് ചൂടോട് കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി കാണിക്കുന്നത് കേട്ടോ. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ചൂടാറിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഒട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.